നമസ്കാരം. പുതുവർഷത്തിലെ പ്രഥമ ന്യൂസ് സ്കാനിലേക്ക് അവർക്കും സ്വാഗതം. പുതുവത്സരത്തിന്റെ പ്രസരിപ്പിലേക്ക് ലോകം മുഴുവൻ എത്തിയിരിക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശകത്തോളം ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ജൈത്രയാത്ര തുടരുമ്പോൾ അതിന് തടയിടാമെന്ന ആഗ്രഹവുമായി ഇന്ത്യൻ രാഷ്ട്രീയ ഗോതയിൽ മെലിഞ്ഞുണങ്ങി ശോഷിച്ച കോൺഗ്രസും പിന്നെ കുറെ ഈർക്കിൽ പാർട്ടികളും ചേർന്നുണ്ടാക്കിയ സഖ്യം കളത്തിലിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ കൊമ്പുകോർക്കുന്ന ഇടതരും വലതരും ഈ സഖ്യത്തിൽ ബൈൻഡ് അസ് ടുഗദർ പാടാറുണ്ടെന്നുള്ളത് കടുത്ത അലോസരമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയാതെ തരമില്ല. പാലം കടന്നു കഴിഞ്ഞ് ഇടതരും വലതരും പതിവായി പുറത്തെടുക്കുന്ന കൂരായണ പാരായണം കണ്ട് മനം പുരട്ടിയ ക്രൈസ്തവർ കടുത്ത നീക്കത്തിനു വേണ്ടി ഒരുങ്ങുകയാണെന്നാണ് സൂചന. അതെന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ പോന്നതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാലങ്ങളായി കോൺഗ്രസിനും പിന്നെ ഇടതരുടെ രണ്ടാം വാഴ്ചയ്ക്കും സമ്മതിദാനം കൊണ്ട് പിന്തുണയേകിയ കേരളത്തിലെ ക്രൈസ്തവരെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല എന്നറിഞ്ഞ് സമവായത്തിന് വഴി തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദില്ലിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത് പുരോഹിതന്മാർ കേക്ക് മുറിച്ച് മെറി ക്രിസ്മസ് ആലപിച്ചത്. അതോടെ തങ്ങൾ ഭയപ്പെട്ടതുപോലെ ക്രൈസ്തവർ BJPയോട് അടുക്കുന്നുവെന്ന ആദി പെരുത്ത കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്നെ അവരുടെ അടുത്ത് ഏറാം മൂളിൽ നിന്ന് കാര്യങ്ങൾ നടത്തുന്ന ചില സൂത്രശാലികളും ചേർന്ന് BJPയെ പ്രതിക്കൂട്ടിലും ക്രൈസ്തവ സമൂഹത്തെ സമ്മർദ്ദത്തിലുമാക്കുന്ന ഡയലോഗുകളുമായി രംഗത്ത് വന്നു. അതിലേറ്റവും വികൃതവും ഹീനവുമായ വേർഷനായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുന്നപ്പറയിലെ പാർട്ടി സമ്മേളനത്തിൽ വെച്ച് തട്ടിമൂളിച്ചത്. ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങായിട്ട് വാറ്റിയ സാധനവും. അങ്ങേയറ്റം വികൃതമായ ഭാഷയിൽ വൈദിക ശ്രേഷ്ഠന്മാരെ അവഹേളിച്ചുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമൂഹത്തിൽ കടുത്ത അവമതിപ്പാണ് ഉണ്ടാക്കിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പുരോഹിതന്മാർക്ക് രോമാഞ്ചമുണ്ടായെന്നും പ്രധാനമന്ത്രി മുന്തിരി വാറ്റി വിളമ്പിയെന്നും ക്രിസ്തീയ പുരോഹിതന്മാർ അത് കുടിച്ചുവെന്നും പറയുന്നത് പോലെ കടുത്ത അപമാനിക്കൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇതാണോ കേരളത്തിലെ സാംസ്കാരിക മന്ത്രിയുടെ സംസ്കാരമെന്ന് പറയുന്നത്? നവകേരള സദസ്സ് നടക്കുമ്പോൾ പിണറായി വിളമ്പുന്ന പൗരപ്രമുഖ പ്രാതലിലും ഇഫ്താർ വിരുന്നിലും മതമേധാവികൾ പങ്കെടുക്കുമ്പോൾ അത് മഹത്തരമായ കാര്യം. പിണറായിയേക്കാൾ വലിയ സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചാൽ അതിൽ പലർക്കും കലിപ്പ്. കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ക്ഷണപ്രകാരം പ്രധാനമന്ത്രി സംഘടിപ്പിച്ച വിരുന്നിൽ പുരോഹിതരോടൊപ്പം പങ്കാളികളായത്. കേരളത്തിൽ നിന്നും പങ്കെടുത്തവരിൽ കായിക താരം അഞ്ചു ബോബി ജോർജും ജോയി ആലുക്കാസുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പഴിയും അഴുകിയ പള്ളുവാക്കുകളും പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഇവിടെ ആർക്കും എങ്ങോട്ട് വേണമെങ്കിലും ചായാം, കൂട്ടുകെട്ടുണ്ടാക്കാം. പക്ഷേ ക്രൈസ്തവര് അവർക്ക് ഈ കാലത്ത് അല്പം പ്രതീക്ഷ നൽകുന്ന BJPയോട് അടുത്താൽ അത് വല്ലാത്ത ഇച്ചീച്ചി. ഇത്തരം പ്രഹേളികകൾ അഴിച്ചുവിടുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത് ഇടത് ഇസ്ലാമിക സഖ്യം തന്നെയാണ്. മുൻപ് റബ്ബറിന്റെ തറവില 300 രൂപയാക്കിയാൽ കേരളത്തിൽ BJPക്ക് MBA നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞപ്പോഴും സ്ഥാനത്യാഗം ചെയ്ത സഭാധ്യക്ഷൻ മാർ ജോർജ് ആലംചേരി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണ മികവിനെ പുകഴ്ത്തിയപ്പോഴും അസ്വസ്ഥരായ ഇടത് ഇസ്ലാമിക സഖ്യം തൃശ്ശൂരിൽ മത്സരിക്കാനിടയുള്ള നടൻ സുരേഷ് ഗോപിക്കൊപ്പം ക്രൈസ്തവർ നിന്നേക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് സുരേഷ് ഗോപിയെയും തൃശ്ശൂർ അതിരൂപതയെയും ഭിന്നിപ്പിക്കാനുള്ള മൂന്നാംകിട നമ്പറുമായി രംഗത്ത് വന്നത്. എന്നാൽ
അതിരൂപത അതിന് തലവെച്ചു കൊടുക്കാതിരുന്നതോടെ എളിപ്പേരായി പോയവർക്ക് മോദിജിയുടെ ക്രിസ്മസ് വിരുന്നോടെ ശതഗുണീഭവിച്ച കടുത്ത ഇച്ഛാഭംഗത്തിന്റെ ബഹിർസ്ഫുരണമാണ് സജി ചെറിയാന്റെ സംസ്കാരശൂന്യമായ വാക്കുകളിലൂടെ പുറത്തേക്ക് തികട്ടിയത്. ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം BJP-യിലേക്ക് ചായുന്നുവെന്ന ശങ്ക നിമിത്തം സമനില തെറ്റിയ CPM-ന്റെ അന്താളിപ്പുകളായി മന്ത്രി സജി നടത്തിയ വായാട്ടങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉണ്ടായത്. പണ്ടൊക്കെ പഞ്ചപുച്ഛമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള കൊത്തുകൾ പരിധി കടന്ന് മുറത്തിലും കയറി കൊത്തി. അതിൻ്റെയും പരിധി കടന്നപ്പോൾ ഇനിയും നോക്കിയിരുന്നാൽ കണ്ണ് കൊത്തിപ്പൊട്ടിക്കാൻ ഇടയുള്ളത് കൊണ്ട് വോട്ട് ചെയ്തവന്റെ ആർജവത്തോടെയും ഒരുത്തൻ്റെയും ചെലവിലല്ല ക്രൈസ്തവരുടെ ജീവിതമെന്ന തൻ്റെ ഇടത്തോടെയും ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചപ്പോഴാണ് കാലവും കഥയും മാറിയ വിവരം പലരും അറിഞ്ഞത് തന്നെ. പഴയ ചില കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു KCBC സജി ചെറിയാന് മറുപടി നൽകിയത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ അധിക്ഷേപിക്കുവാൻ CPM-ന് ഒരു നിഘണ്ടു ഉണ്ടെന്നും സജി ചെറിയാനും KT ജലീലും ആ നിഘണ്ടുവാണ് ഉപയോഗിക്കുന്നത് എന്നും പാർട്ടി ക്ലാസുകളിലെ ഇത്തരം നിഘണ്ടു ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇത്തരം പ്രയോഗങ്ങൾ പ്രതീക്ഷിക്കാമെന്നും സാംസ്കാരിക മന്ത്രി വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്നും ശക്തമായി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് KCBC തിരിച്ചടിച്ചത്. രോമാഞ്ചം ഉണ്ടായി, വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട്. KCBC തന്നെ നടത്തിയ ക്രിസ്മസ് വിരുന്നിനെക്കുറിച്ച് ശ്രീ KT ജലീൽ മുൻ മന്ത്രി ഒരു പ്രസ്താവന നടത്തി. ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അത്തരം നിഘണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അധിനിവേശങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഭയുടെ മുഖപത്രമായ ദീപിക പത്രം കടുത്ത ഭാഷയിലാണ് സജി ചെറിയാന്റെ നാവാട്ടങ്ങൾക്കെതിരെ മുഖപ്രസംഗം എഴുതി പ്രതികരിച്ചത്. ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന മന്ത്രിമാരും അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് എന്നും സജി ചെറിയാന്റെ വെടിവായ്ത്തം തിരുത്തുവാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും ദീപിക മുഖപ്രസംഗത്തിലൂടെ തുറന്നടിക്കുകയുണ്ടായി. സജി ചെറിയാന്റെ നിലവാരമില്ലാത്ത വാചക കഥർത്തുകൾക്ക് മറുപടി പറയാൻ ഷെഖേന TV നടത്തിയ ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിച്ച ഫാദർ ടോം ഓലിക്കരോട്ട് സജി ചെറിയാന്റെയും CPM-ന്റെയും മുഖമടച്ച് വീക്കിക്കൊണ്ട് നടത്തിയ തീപ്പൊരി പ്രതികരണം അത് കാണേണ്ടത് തന്നെയായിരുന്നു. ബഹുമാനനായ മന്ത്രി സജി ചെറിയാൻ ചെറുതാകുന്നതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇങ്ങനെ നിരന്തരമായി വിവരമില്ലായ്മ പറഞ്ഞ് ചെറുതാകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് എന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടിൽ അരിയുണ്ടെങ്കിൽ കേരളത്തിൽ കൃഷിയില്ലേലും കുഴപ്പമില്ല എന്നുള്ള മഹാവർത്തമാനം പറഞ്ഞ അദ്ദേഹമാണ് ഈ പറയുന്ന മന്ത്രി. ഇദ്ദേഹത്തിൽ നിന്നും ഇത്തരക്കാരാളുകളിൽ നിന്നും വിവരവും നിലവാരവുമുള്ള എന്തെങ്കിലും പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഇനി മറ്റൊരു കാര്യം, ഈ ക്രിസ്മസ് പാർട്ടിയെ കുറിച്ചാണല്ലോ. പ്രധാനമന്ത്രി കഴിഞ്ഞ ഈസ്റ്ററിന് ഡൽഹിയിലെ കത്തീഡ്രൽ സന്ദർശിച്ചപ്പോൾ ഇവർക്കൊക്കെയും ഹാലിളകി. പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് വിളിച്ചപ്പോൾ ഇവർക്ക് ഹാലിളകുന്നു. ഗവർണർ ക്രിസ്മസ് വിരുന്നുകൾ വിളിച്ചാൽ കഴിഞ്ഞ വർഷം ഈ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടില്ല. ഈ വർഷവും ക്ഷണമുണ്ടായിരുന്നു ഗവർണറുടേത്, അവർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പഴയൊരു ചൊല്ലുപോലെ ഒരു ജീവി പുല്ല് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞ അതേ സ്വഭാവമാണ് കാണിക്കുന്നത്. BJP ക്രൈസ്തവർക്കുള്ള കെണിയാണ് കേക്കിലൂടെ വെച്ചത് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിൻ്റെയും ക്രിസ്മസും ഈസ്റ്ററും അടക്കം ക്രൈസ്തവരുടെ ആഘോഷങ്ങളുടെ വേളകളിൽ മാത്രമുണ്ടാകുന്ന
കേന്ദ്ര സർക്കാരിൻ്റെ ക്രൈസ്തവ സ്നേഹം കാപട്യമാണെന്നും അത് സൂക്ഷിക്കണമെന്നും പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർക്കും അവരുടെ ഹീനമായ നടപടികൾക്കും എതിരെയുള്ള കൃത്യമായ മറുപടിയായിരുന്നു ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത ജസ്റ്റിൻ വക്കീൽ നടത്തിയ പ്രതികരണം. ഇഫ്താർ വരുന്ന പ്രധാനമന്ത്രി വിളിച്ചാൽ ആ ഇഫ്താർ വരുന്നതിൽ പങ്കെടുത്ത ഇസ്ലാമിക നേതാക്കന്മാർക്കെതിരെ ഇവർ പറയോ? ഇങ്ങനെയൊന്ന് പറയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും. ഈ ക്രൈസ്തവന്റെ സഹിഷ്ണുത മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിന്റെ അടിമകളാക്കി ക്രൈസ്തവ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ട് വരുവാനുള്ള നാളുകളായിട്ടുള്ള ഇവരുടെ തന്ത്രത്തിന്റെ മേലെ ഒരു അപകടം വീഴുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം ഇത്രമാത്രം അസ്വസ്ഥപ്പെടുന്നത്. ഇത് ബോധപൂർവമായ ഒരു നീക്കമാണ് അവരുടെ ഭാഗത്ത് നിന്ന്. ഇത് ഭരിക്കുന്ന മുന്നണിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ നടത്തുന്നത് ബോധപൂർവമായ ഒരു തടയിടൽ തന്ത്രമാണ്. ഏതായാലും സർക്കാരിനോട് ഇനി സഹകരിക്കണമെങ്കിൽ സജി ചെറിയാനോട് പ്രസ്താവന തിരുത്താൻ ആവശ്യപ്പെടണമെന്ന് KCBC പറഞ്ഞതടക്കം ശക്തമായ പ്രതികരണങ്ങളെ തുടർന്ന് പ്രസ്താവന പിൻവലിക്കലുമായി സജി മന്ത്രി കളത്തിലെത്തി. ഒരു മതേതരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായ ആശങ്ക ഞാൻ ഉന്നയിച്ചു. അതെൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ്. അതിലാർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിൻ്റെയും മീനിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും അവിടെ ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. ആ പ്രസംഗം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗത്തും അവിടെ പങ്കെടുത്തവരാരും ഈ പ്രയാസപ്പെടുന്ന ജനതയുടെ കാര്യം ഉന്നയിച്ചിട്ടില്ല. എൻ്റെ രാഷ്ട്രീയ നിലപാട് ഞാനവിടെ പറഞ്ഞു. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ്. ആ അഭിപ്രായ പ്രകടനം തീർച്ചയായിട്ടും മണിപ്പൂർ പ്രശ്നത്തിൽ ഞാൻ വെക്കുന്ന ഒരു നിലപാട് എന്ന നിലയിൽ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ആമുഖമായി ആദ്യം പറഞ്ഞ ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. അതിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ക്ലെമീസ് തിരുമേനി പറഞ്ഞതിൻ്റെ ഭാഗമായി ഈ വീഞ്ഞും പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഭാഗം ഞാൻ പിൻവലിച്ചു. ആ രണ്ടാമത്തെ ഭാഗം പിൻവലിക്കുന്നുമില്ല, അത് ഉറച്ചു നിൽക്കുന്നു. മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കൽ കേവലം പ്രഹസനവും അങ്ങേയറ്റം ആത്മാർത്ഥതയില്ലാത്തതും ആളെ പൊട്ടൻ കളിപ്പിക്കുന്ന മൂന്നാംകിട പൊറാട്ട് നാടകവുമായി തരംതാണ് പോയെന്ന് പറയാതെ നിവൃത്തിയൊന്നുമില്ല. തൻ്റെ പ്രസംഗത്തിലെ ഏത് വിഷയത്തിലാണ് ക്രൈസ്തവർക്ക് പ്രയാസമുണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് വീഞ്ഞ്, കേക്ക് എന്ന വാക്കുകളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വാക്കുകൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജി ചെറിയാൻ്റെ പത്രസമ്മേളനം. ആ രണ്ട് വാക്കുകളിൽ രോമാഞ്ചം എന്നുള്ള അങ്ങേയറ്റം ഹീനമായ പ്രയോഗം ഉണ്ടായിരുന്നില്ല. പത്രക്കാർ അത് സൂചിപ്പിച്ചപ്പോഴാണ് മന്ത്രി ഏമാൻ അതുകൂടെ പിൻവലിക്കാൻ തയ്യാറായത്. ഓട്ടോറിക്ഷ എന്ന വാക്ക് ഇനിയും അവശേഷിക്കുകയും ചെയ്യുന്നു. പിന്നെ മുന്തിരിവാറ്റ് എന്നല്ലാതെ വീഞ്ഞ് എന്നൊരു വാക്ക് പോലും അന്ന് സജി ചെറിയാൻ ഉപയോഗിച്ചിരുന്നില്ല. മുന്തിരിവാറ്റും വീഞ്ഞും നിറം കൊണ്ടും ഗുണം കൊണ്ടും വേറെ വേറെയാണെന്ന് സാംസ്കാരിക മന്ത്രിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷേ താളത്തിൽ വിടുവായുത്തം പാടി വൈദികരെ താറടിച്ചിട്ട് ഇപ്പോൾ വീഞ്ഞാണ് പോലും. അങ്ങേയറ്റം അപഹാസ്യമെന്നല്ലാതെ എന്തു പറയാൻ. KCBC പ്രസിഡന്റ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയസ് ക്ലെമീസ് കത്തോലിക്ക ബാവ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ കേക്ക്, വീഞ്ഞ് എന്നീ വാക്കുകൾ പിൻവലിക്കുന്നത്. അല്ലാതെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ലെന്നും പറഞ്ഞായിരുന്നു അങ്ങേയറ്റം ധാർഷ്ട്യവും അഹന്തയും നിഴലിക്കുന്ന വാക്കുകൾ നിരത്തിക്കൊണ്ടുള്ള സജി ചെറിയാന്റെ പ്രസ്താവന പിൻവലിക്കൽ പ്രഹസനം. സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടെ ബാങ്ക് വിളി കേട്ടില്ല എന്നുള്ള ഡയലോഗ് അടിച്ച് വായ തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വന്നപ്പോൾ തനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കരുതെന്ന് പറഞ്ഞ് മാപ്പപേക്ഷിച്ച സജി ചെറിയാനെ കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടതാണ്. അതിൻ്റെ 10-1 മാന്യത ക്രൈസ്തവ നേതാക്കന്മാരെ അപമാനിച്ച ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ നെറികേട് മുഴുവൻ നിരുപാധികം പിൻവലിക്കാൻ മാത്രമല്ല ഖേദമറിയിക്കാനും മന്ത്രി സന്നദ്ധത കാട്ടിയാണ്. അതിനു പകരം
തല പോയാലും ഇനിയും രാഷ്ട്രീയ വിമർശനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നിലപാടിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഈ വിഷയം ചർച്ച ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകൻ MN കാരശ്ശേരി മാഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു വിഭാഗത്തെ വിരുന്നിന് വിളിച്ചു സംസാരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതായിട്ട് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അത് മറ്റത് മറയ്ക്കാനാണ് എന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ മണിപ്പൂരിലെ കാര്യങ്ങളെപ്പറ്റി പറയണം. അത് ആ മീറ്റിങ്ങിലാണോ പറയേണ്ടത്, ആ മീറ്റിങ്ങിൽ പറയാൻ സാധിക്കത്തോടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നരേന്ദ്രമോദി ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്തീയ പുരോഹിതന്മാർക്ക് വിരുന്നു കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ടാണ് ഞാൻ പറയാം. കാരണം സംസാരത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കേണ്ടയും ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പോവുകയും വരികയും കാണുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കുകയും വീഞ്ഞു കുടിക്കുകയും ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തൊക്കെ അതിൻ്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞാലും അത് നല്ലതായിട്ടാണ് ഞാൻ കാണുക. പിന്നെ ദുരുദ്ദേശം ഉണ്ടാവാം, ഇലക്ഷൻ ജയിക്കുക എന്നുള്ള കാര്യങ്ങളുണ്ടാവാം. അതൊക്കെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ വേറെ ആലോചിക്കണം. അതായത് ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്, ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല എന്നൊരാൾക്ക് പറയാം. അപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രകടനങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരാളുടെ ഉദ്ദേശം നമുക്കിപ്പോൾ ഊഹിക്കാം. അപ്പോൾ അദ്ദേഹം സതുദ്ദേശപൂർവ്വമല്ല അത് ചെയ്തതെന്ന് പറയാൻ പല വകുപ്പുണ്ടാവാം. ഇതൊക്കെ ആണെങ്കിലും വിരുന്നിന് വിളിക്കാതെ സംസാരിക്കാതെ പരസ്പരം മിണ്ടാതെ പരസ്പരം അറിയാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് സംസാരിക്കുന്നത്. കാരണം നല്ലല്ലേ നാളെ വേറൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഗാന്ധി എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, നിങ്ങൾ സംഘടനയിൽ ഏർപ്പെടാതെ നിങ്ങൾ സംസാരിക്കൂ, ഡോണ്ട് ഫൈറ്റ്, ടോക്ക് എന്നാണ്. അപ്പോൾ സംസാരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. മണിപ്പൂർ വിഷയത്തിൽ സഭയുടെ പ്രതിഷേധം ഇതിനു മുമ്പ് CBCI അടക്കമുള്ള ക്രൈസ്തവ നേതൃത്വം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള കേന്ദ്ര അധികാരികളിൽ പലരെയും പലതവണ അറിയിച്ചിട്ടുള്ളതാണ്. അതെല്ലാം തമസ്കരിച്ചുകൊണ്ട് ക്രിസ്മസ് വിരുന്നിന് പോയപ്പോൾ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞുള്ള സജി ചെറിയാന്റെ മുതലക്കണ്ണീര് ക്രൈസ്തവർക്ക് വല്ലാത്ത അരോചകമായി മാറുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ വിവാദം കൊടുമ്പിരിക്കൊള്ളുകയും ക്രൈസ്തവർ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്തത് കൊണ്ടാണോ എന്തോ വൈകി വന്ന തിരിച്ചറിവ് പോലെ മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്ത് ക്രിസ്മസ് വിരുന്ന് നടത്തി. ക്ഷണിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും സ്റ്റേറ്റിനോടുള്ള തങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ക്രൈസ്തവരുടെ വോട്ട് ആരുടെയും കുത്തകയല്ല, അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട. അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് തന്നെ കുത്തും. കേരളത്തിലെ ഈ ഇടത് വലത് അധികാരക്കളി ക്രൈസ്തവർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെല്ലാം വേർതിരിക്കുകയാണ്. കേവലം 5% വോട്ടുകൾ മാത്രം കൈപ്പത്തിയിൽ നിന്നും അരിവാൾ ചുറ്റികയിൽ നിന്നും വഴുതി മാറിപ്പോയാലും രാഷ്ട്രീയ സമവാക്യങ്ങൾ കീഴ്മേൽ മറിയുന്ന കേരളത്തിൽ ക്രൈസ്തവർ BJPക്കൊപ്പം ചേർന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കീഴ്മേൽ മറിയുകയും തങ്ങളുടെ മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തി പിരിയുകയും ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ് എന്ത് വില കൊടുത്തും അത് തടയാനിറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഇടത് ഇസ്ലാമിക സഖ്യം ഒപ്പം കോൺഗ്രസും. അതിൻ്റെ ലീഡ് റോളായിരുന്നു മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചത്. കേരളത്തിലെ ക്രൈസ്തവർ എക്കാലത്തും BJPയെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് ചിലരുടെ ഏറാൻ മൂളികളായി നിൽക്കണമെന്ന് തരിച്ചു വശായി അതിനുവേണ്ടി വലിയ കലത്തിൽ വെള്ളം കോരുന്നത് ഇടത് ഇസ്ലാമിക സഖ്യം തന്നെയാണെന്ന് ഏവർക്കും അറിയാം. കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ നിലനിൽപ്പ് എന്ന ഒറ്റ വിഷയത്തിൽ ചാരി അതിന് മൗനമായി കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ സന്യാസത്തെ അവഹേളിച്ച കക്കുകളി നാടകം, 80-20 സംവരണം, വിഴിഞ്ഞം സമരം, ന്യൂനപക്ഷ മന്ത്രിസ്ഥാനം, ഈ വിഷയങ്ങളിലൊക്കെ ഇടതുപക്ഷം ക്രൈസ്തവ സമൂഹത്തെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്ന കാര്യം ക്രൈസ്തവർക്ക് നന്നായിട്ടറിയാം. BJPയുടെ കഴിഞ്ഞകാല നയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത പലതും ഉണ്ടായിട്ടുണ്ട്. ഇന്നും നോർത്ത് ഇന്ത്യയിലെ ചില സംഭവ വികാസങ്ങൾ ക്രൈസ്തവരെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതുമുണ്ട്. എന്നിരുന്നാലും വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ക്രൈസ്തവർ പ്രതീക്ഷയുടെ ഒരു കൈത്തിരിവട്ടം
BJP-യിൽ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ക്രൈസ്തവരെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ ഫലപ്രദമായി നേരിടുവാൻ BJP ഭരണത്തിന് മാത്രമേ കഴിയൂ എന്ന ചിന്ത ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിന് നന്നായി ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ കൂടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയവർ തങ്ങളുടെ ന്യായം പോലും കേൾക്കാൻ മെനക്കെടാതെ തങ്ങളെ നോക്കി പരിഹസിക്കുന്നത് കണ്ട് മനം മടുത്ത ക്രൈസ്തവർ സമ്മതിദാനാവകാശമെന്ന വജ്രായുധം പുറത്തെടുക്കുക തന്നെ ചെയ്യും. അതിനവരെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ഇടതരും വലതരും പിന്നെ വേറെ കുറെ സൂത്രശാലികളായ അവസരവാദികളുമാണ്. ഇത്തരമൊരു അവസ്ഥ കേരളത്തിലെ ഇടതരും വലതരും ചേർന്ന് ഉണ്ടാക്കിയത് തന്നെയാണ്. ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ ക്രൈസ്തവരുണ്ടെങ്കിലും ഇടതരും വലതരും മുസ്ലിം സമുദായത്തെ മാത്രമാണ് ന്യൂനപക്ഷമായി പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് ഇന്നുവരെയുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്. സ്കൂൾ കോളേജ് അഡ്മിഷൻ സമയത്തുണ്ടായ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ നിന്നും കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ക്രൈസ്തവ പീഡനങ്ങളുടെ ലിസ്റ്റിലേയില്ല. മാത്രമല്ല, ബൈബിൾ കത്തിച്ചതും പുൽക്കൂട് നശിപ്പിച്ചതും കരോൾ സംഘത്തെ ആക്രമിച്ചതും കുരിശ് തകർത്തതും ഒന്നും പീഡനമാണെന്ന് ഇടതർക്കും വലതർക്കും അവരുടെ ഏറാൻമൂളികളായ മാധ്യമങ്ങൾക്കും തോന്നിയിട്ടേയില്ല. യേശുവിനെ പിടച്ചുപറ്റവനെന്ന് അവഹേളിച്ചതും ഒരു കാര്യവുമില്ലാതെ നിരന്തരമായി ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിൽ പ്രതിഷേധവുമായി അണിനിരക്കുന്നതും വിഴിഞ്ഞത്ത് കിടപ്പാടത്തിനു വേണ്ടി സമരം ചെയ്തവരെ ക്രൂരമായി തല്ലിച്ചതച്ച് കേസിൽപ്പെടുത്തിയതുമൊന്നും ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളായി ഇവർക്കാർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. എന്നാൽ കലോത്സവ വേദിയിൽ ഒരാൾ തീവ്രവാദിയെ പോലെ വേഷമിട്ടതിന് കേസ് പോയത് ജാമ്യമില്ലാത്ത വകുപ്പിലായിരുന്നു. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു കാലം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ടായിരുന്നു. അന്നായിരിക്കണം അവര് പുരോഹിതനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതും പ്രവാചകന്റെ മുടി ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞതും സന്തോഷ് മാധവൻ എന്ന ആസാമിയെ ചൂണ്ടി സകല ആശ്രമത്തിലും കയറി ആക്രമണം നടത്തിയതുമൊക്കെ. എന്നാൽ നിതാന്ത ക്രൈസ്തവ വിരോധികളായ നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ നേതാവും ഭൂമി മാഫിയ ബൂർഷായുമൊക്കെ അഭിനവ കമ്മ്യൂണിസ്റ്റുകളുടെ വേഷം കെട്ടിയതോടെ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി മാറിയത് ക്രൈസ്തവ സമൂഹം മാത്രമായി. ഇപ്പോൾ കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ മാത്രമാണ് ഇസ്ലാമിക തീവ്രവാദത്തെ അങ്ങേയറ്റം ഭയപ്പെടുന്ന ക്രൈസ്തവരും പാർട്ടിയിലെ ഹിന്ദു സഖാക്കൾ പോലും ആശ്വാസം കൊള്ളുന്നത്. മതത്തെ രാഷ്ട്രീയത്തിൽ ഇടകലർത്താതെയും ഏതെങ്കിലും ഒരു മതത്തോട് വിധേയത്വം കാണിക്കാതെയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഇടതന്മാരും വലതന്മാരും പരാജയപ്പെട്ടത് ചിലരുടെ ആസൂത്രിത നീക്കത്തിൽ കുരുങ്ങിയാണ്. അതിന് അവർ തന്നെ ഉത്തരവാദിത്വം പറയുകയും വേണം. കേരളത്തിന്റെ സാംസ്കാരിക നഗരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ ജില്ലയെ മാത്രമായിരുന്നില്ല, കേരളത്തെ ആകമാനം കയ്യിലെടുക്കുകയുണ്ടായി. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ ശാക്തീകരണ സമ്മേളനത്തിൽ ലക്ഷത്തിലധികം അമ്മമാരും സഹോദരിമാരുമാണ് കനത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് തേക്കിൻകാട് മൈതാനത്ത് അണിനിരന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം വനിതാ സമ്മേളന വേദിയിൽ പ്രശസ്ത നടി ശോഭനയും ജീവകാരുണ്യ പ്രവർത്തക സുനിൽ ടീച്ചറും ഗായിക വൈക്കം വിജയലക്ഷ്മിക്കുമൊക്കെയൊപ്പം അടുത്ത കാലത്ത് പെൻഷൻ പ്രതിഷേധ സമരത്തിലൂടെ ഇടത് സർക്കാരിനെ വിറപ്പിച്ച അടിമാലിയിലെ മറിയക്കുട്ടി അമ്മച്ചിയും സ്ഥാനം പിടിച്ചു. എന്നാൽ മോദിക്കൊപ്പം അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിൽ ഷൈൻ ചെയ്തത് തൃശ്ശൂരെ നിയുക്ത സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും BJPയുടെ വനിതാ നേതാവ് ശോഭ സുരേന്ദ്രനുമായിരുന്നു. മോദി എത്തുന്നതിന് വളരെ മുമ്പ്
വനിതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശോഭാ സുരേന്ദ്രൻ പിണറായിയെയും കുടുംബത്തെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ശക്തമായ കരഘോഷത്തോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ആ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പോക്കറ്റിൽ നിന്ന് അല്പം പണമെടുത്തുകൊണ്ട് ഞങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പടം അതിവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു ആളുകളുടെ മുന്നിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ആ ഫ്ലെക്സ് ബോർഡുകൾ ഊരിക്കൊണ്ടു പോകാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു സാധാരണ കോർപ്പറേഷനിലകത്തെ തൊഴിലാളിക്കുണ്ടാകുമോ? ഞങ്ങൾക്കറിയാം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളാണ് ഈ തൃശൂരിലെ അധികാരികൾക്ക് ഫോൺ ചെയ്തത്. നിങ്ങൾക്കാണ് സഹിക്കാത്തത്. കാരണം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് സഹിക്കുന്നില്ല ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വരവ്. ആ വരവ് ഒരൊന്നൊന്നര വരവാണ് പിണറായി. പിന്നാലെ വേദിയിലെത്തിയ പ്രധാനമന്ത്രി അമ്മമാരെ പെങ്ങന്മാരെ എന്ന് പറഞ്ഞ് തുടങ്ങിയ ശക്തമായ പ്രസംഗത്തിലൂടെയാണ് തൃശൂരിനെ അഭിവാദനം ചെയ്തത്. ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത സഭാ നേതാക്കന്മാർക്ക് നന്ദി പറയുകയും അവരുടെ അനുഗ്രഹം തനിക്ക് ലഭിച്ചുവെന്നും മോദി പറഞ്ഞതോടെ വലിയ ഹർഷാരവമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് വിഷയവും മോദി പരാമർശിച്ചു. आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है. मैं आपका बहुत बहुत आभारी हूं. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी उड़े गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदी उड़े गारंटी. हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया. इसे किसे संभव बना दिया? मोदी उड़े गारंटी. हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला. ये कैसे संभव हुआ? मोदी उड़े गारंटी. മോദി ഉടേ ഗ്യാരണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും പിടിച്ചെടുത്തിട്ട് മൂന്നാം വട്ട ഭരണം ലക്ഷ്യമിട്ട് മുന്നേറുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ 4 സീറ്റ് പിടിക്കണമെന്നുള്ള വാശിയിലാണെങ്കിലും ഒരെണ്ണമെങ്കിലും ഉറപ്പാക്കേണ്ടത് അവരുടെയും അഭിമാന വിഷയമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ തന്നെ തൃശൂരിൽ കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. തൃശൂരിനെ എടുക്കുകയാണെന്ന് ഒരിക്കൽ പറഞ്ഞെങ്കിലും അന്ന് പരാജയപ്പെട്ട സുരേഷ് ഗോപി പിന്മാറാത്ത പോരാളിയെ പോലെ തൃശൂർ തന്നെ കേന്ദ്രമാക്കി പ്രവർത്തിച്ച് ശക്തമായ ഒരു തരംഗമുയർത്തി മുന്നേറുകയാണ്. മാധ്യമ പ്രവർത്തകയെ കൊണ്ട് കള്ളക്കേസ് ഒടുപ്പിച്ചുവെങ്കിലും കേസ് ചീറ്റിപ്പോകുമെന്നറിഞ്ഞ പ്രതിയോഗികൾ കോടതിയിൽ ജാമ്യമില്ലാത്ത വകുപ്പാണ് സുരേഷ് ഗോപിക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് വാക്കും ഭാഷണവും കൂടാതെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നുമില്ലാത്ത സുരേഷ് ഗോപിയെ തുറന്ന ജീപ്പിൽ മോദിയുടെ ഒപ്പം കൂട്ടിയത്. തൃശൂർ അത്ര എളുപ്പത്തിൽ ആർക്കും എടുക്കാനാകില്ല എന്നും തൃശൂർ കണ്ട് വനിക്കണ്ടെന്നുമൊക്കെ പറയാൻ ആളുകൾ രംഗത്തെത്തിയെങ്കിലും ആനക്കാട്ടിൽ ചാക്കോച്ചി തൃശൂര് ഏതാണ്ട് പകുതിയിലധികം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. തൃശൂർ അങ്ങെടുക്കുവാൻ സുരേഷ് ഗോപിയെ ആരൊക്കെയാണ് സഹായിക്കുക എന്നുള്ള കാര്യം ചിന്തിക്കാൻ പ്രേക്ഷകർക്ക് വിട്ടുകൊണ്ട് ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.